മൗണ്ട് പിലാറ്റസിൻ്റെ മുകളിലോട്ടും താഴോട്ടും പോകുന്ന ഈ കോഗ്വീൽ ട്രെയിൻ ട്രാക്കാണ് ലോകത്തിലെ സ്റ്റീപ്പസ്റ്റ് കോഗ്വീൽ ട്രെയിൻ ട്രാക്ക് എന്നറിയപ്പെടുന്നത്. മൗണ്ടിൻ്റെ സൈഡിലൂടെ തുരങ്കങ്ങളും അല്ലാതെയുള്ള പാതകളുണ്ടാക്കി അതിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ്സ് ആണുള്ളത്. അവിടെ നിറയെ പശുക്കളെയും കാണാൻ പറ്റും. അങ്ങനെ ആൽപ്പനാഷ് എത്തി. ഇവിടെ നിന്ന് ലൂസേണിലേക്ക് ബോട്ട് മാർഗ്ഗമാണ് പോകേണ്ടത്. മൊത്തം 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും ഞങ്ങൾക്ക് ഈ ട്രിപ്പിന് എടുത്തിട്ടുണ്ട്. 10-15 മിനിറ്റോളം ബോട്ടും കാത്ത് ഞങ്ങൾ ഇരുന്നത് ഈ തടാകത്തിൻ്റെ തീരത്താണ്. ഇതിൻ്റെ സൈഡിലൂടെ ഒരു സൈഡ് വാക്ക് ഉണ്ട്, അതും സൂപ്പറായിരുന്നു. ബോട്ട് വന്നതിന് ശേഷം അതിശയിപ്പിക്കുന്നതും അതുപോലെ തന്നെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഓഫീസറിൻ്റെ വേഷമണിഞ്ഞ് 2 സ്ത്രീകൾ കൂടിയാണ് ബോട്ടിലേക്ക് കയറാനും ഇറങ്ങാനുള്ള ഈ സ്റ്റെയർ മുഴുവൻ സെറ്റ് ചെയ്തത്. അവരത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു. അതിനുശേഷം ഗേറ്റ് തുറന്നു. ഓരോ യാത്രക്കാരായി പുറത്തേക്ക് ഇറങ്ങി. എല്ലാ യാത്രക്കാരും ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അകത്തേക്കും കയറി. ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള വ്യൂ ആണിത്. ലൂസൺ റിവറിലൂടെ സഞ്ചരിച്ച് ലൂസൺ സിറ്റിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്ന ടിക്കറ്റിന് വ്യത്യാസമുള്ളത് ആകെ കൂടെ ബോട്ടിൽ മാത്രമാണ്. മൗണ്ട് പിലാറ്റസിലേക്കുള്ള ബാക്കിയുള്ള എല്ലാ ട്രിപ്പിലും സെയിം ടൈപ്പ് ഓഫ് ടിക്കറ്റ് തന്നെയാണ്. 1 മണിക്കൂറെങ്കിലും ഉണ്ടായിരുന്ന ബോട്ട് യാത്രയ്ക്കിടയിൽ സ്വിറ്റ്സർലാൻഡുകാരിയായ ഒരു അമ്മൂമ്മയെ ഞാൻ പരിചയപ്പെട്ടു. അവരാണ് പറഞ്ഞത് ആ കാണുന്ന മലയിൽ മ്യൂസിക് കൺസേർട്ട്സ് ഫ്രീ ആയി നടക്കുന്നൊരു സ്ഥലമുണ്ടെന്നും ആർക്ക് വേണമെങ്കിലും അത് ഫ്രീ ആയി കാണാമെന്നും പറഞ്ഞത്. ആ സ്ഥലം എങ്ങനെയിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾ ലൂസൺ സിറ്റിയിൽ എത്തിച്ചേർന്നു.